ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെളിപാടിലെ വളരെ പ്രധാനപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്ന 20-ാമത്തെ അധ്യായം നമ്മൾ കണ്ടു. അപ്പോൾ അതിലെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു. അതിൽ പ്രധാനപ്പെട്ട 1000 വർഷത്തെ ഭരണത്തെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് നമ്മൾ കണ്ടു. തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം 20-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത്. അതൊന്നുകൂടി വായിക്കാം. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. അവൻ ഗോഗിനെയും മഗോഗിനെയും യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടും. അവരുടെ സംഖ്യ കടലിലെ മണൽത്തരികൾ പോലെ ആയിരിക്കും. ഇപ്പോൾ വഴിതെറ്റിക്കുവാനായിട്ട് വരുന്നവരെക്കുറിച്ചാണ് പറയുക. അപ്പോൾ തിന്മയുടെ ശക്തികൾ അവസാനം തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായത്തോടെ ദൈവജനത്തെ അത് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തുക. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ ഗോഗിനെയും മഗോഗിനെയും ഒക്കെ ഒന്നിച്ചു കൂട്ടും എന്ന് പറയുന്നത്, അത് പഴയ നിയമത്തിൽ നിന്നെടുത്തിരിക്കുന്ന 2 പദങ്ങളാണ്. അത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 38, 39 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന പദങ്ങളാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ജനതകളെ ഗോഗിനെതിരെ തിരിക്കുവാനായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെളിപാടിലേക്ക് വരുമ്പോൾ ഇത് സാത്താൻ്റെ കൂടെ നിൽക്കുന്ന ജനതകളുടെ പേരായിട്ടാണ്. അപ്പോൾ ഗോഗ് മഗോഗ് അത് പഴയ നിയമ പശ്ചാത്തലത്തിൽ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികൾക്കെതിരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് നമ്മൾ ഇവിടെ കാണുക. ഇനി ഒരുമിച്ച് കൂട്ടും എന്ന് പറയുമ്പോൾ എല്ലാം ഒത്തൊരുമയോടെ എല്ലാ ദൈവിക ശക്തികൾക്ക് ദൈവത്തിനെതിരെ ക്രിസ്തുവിനെതിരെ അവർ പ്രവർത്തിക്കുവാനായിട്ട് ഏറ്റുമുട്ടാനായിട്ട് അവർ ശ്രമിക്കുന്നു. 16-ാം അധ്യായത്തിൽ രാജാക്കന്മാരെ എല്ലാം ആർമഗദോണിൽ ഒരുമിച്ച് കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൈശാചിക ശക്തിത്രയങ്ങളാണ് 16-ാം അധ്യായത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതെങ്കിൽ ഇവിടെ അവസാനം സാത്താൻ തന്നെ മുഖ്യൻ തന്നെ ഇവിടെ മുൻകൈ എടുത്ത് ഇവരെ ഒരുമിച്ച് കൂട്ടുകയാണ് ഈ ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട്. ഇവിടെ അവർ കടലിലെ മണൽത്തരികൾ പോലെ എന്ന് പറയുമ്പോൾ അത്ര അസംഖ്യമാണ് എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ ഇതെത്ര ശക്തമാണ് തിന്മയുടെ ശക്തികൾ എന്ന് കാണിക്കുവാനായിട്ട് യോഹന്നാൻ ഉപയോഗിക്കുന്ന ചില പ്രതീകങ്ങൾ എന്ന് മാത്രം. പക്ഷേ എത്ര ശക്തമാണെങ്കിലും ഇവരെല്ലാം അവസാനം കീഴടക്കപ്പെട്ട് അഗ്നിത്തടാകത്തിൽ പതിക്കും എന്നതാണ് നമ്മൾ കാണുക. ഇനി നമ്മൾ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 9-ാമത്തെ വാക്യം: അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും അണഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അപ്പോൾ അവർ ഭൂതലത്തിൽ നിന്ന് കയറി വന്ന് വിശുദ്ധരുടെ പാളയം, വളരെ സുന്ദരമായിട്ടുള്ള 2 പ്രതീകങ്ങൾ ഇവിടെ വരുന്നു. ദൈവജനത്തിന് കൊടുക്കുന്ന സുന്ദരങ്ങളായിട്ടുള്ള 2 പ്രതീകങ്ങൾ: വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും. വിശുദ്ധരുടെ പാളയം, അപ്പോൾ വിശുദ്ധിയിൽ ആയിരിക്കുന്നവർ, അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ഇവർ പങ്കുചേരുന്നു. വിശുദ്ധി അത് ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. അപ്പോൾ വിശുദ്ധി എന്നത് ഈ ദൈവജനത്തിന് കൊടുക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ ഇവരും പങ്കുചേരുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശുദ്ധരുടെ പാളയം നമുക്കറിയാം, അത് ഈ ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാളയം. അപ്പോൾ പാളയത്തിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടമാണ് ഈ പാളയം. അപ്പോൾ മരുഭൂമി യാത്രയിൽ ഇവർക്ക് ശക്തി പകരാനായിട്ടാണ് ദൈവം അവരുടെ ഇടയിൽ പാളയത്തിൽ സന്നിധമായിരിക്കുന്നത്. ഇനി പാളയത്തിൽ കയറുന്നവർ അവർ വിശുദ്ധരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ്സ് മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. അപ്പോൾ പാളയത്തിൽ വരുന്നതിന് മുമ്പ് വിശുദ്ധി ഉള്ളവരായിരിക്കണം അവർ. അപ്പോൾ പാളയം എന്തുകൊണ്ടെന്നാൽ അത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധരുടെ പാളയം എന്ന് അത് ഈ ദൈവജനത്തിന് കൊടുക്കുമ്പോൾ ആ ദൈവത്തോടു കൂടിയായിരിക്കുന്ന ആ ജനത്തെ തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ പാളയം എന്ന് പറയുന്നത് അത് മരുഭൂമി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം മരുഭൂമി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ ആ യാത്രയിൽ ദൈവം നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും ദൈവജനത്തിൻ്റെ ഇഹലോക ജീവിതത്തെ ഈ മരുഭൂമി യാത്രയുമായിട്ട് ഉപമിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളും ഒരു തീർത്ഥാടക സഭ, ഒരു തീർത്ഥാടനത്തിലാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു തീർത്ഥാടനം. അപ്പോൾ അവിടെ ഉള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ വേറൊരർത്ഥം, പാളയം എന്ന് പറയുന്നത് അത് യുദ്ധസജ്ജമായ ഒരു ജനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പഴയ യുദ്ധത്തിൽ പാളയം നിൽക്കപ്പോൾ ആ യുദ്ധസജ്ജരായിട്ടുള്ള ആ ജനം അവർ യുദ്ധം ചെയ്യുവാനായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് നീങ്ങുമ്പോഴാണ് ആ പ്രയോഗം വരിക, പാളയം നീക്കുക എന്ന് വരുന്നത്. അപ്പോൾ ഇവർ ആ മരുഭൂമി യാത്ര എന്ന് പറയുമ്പോൾ വളരെ നിഷ്ക്രിയമായിട്ടുള്ളൊരു യാത്രയല്ല, അത് വളരെ യുദ്ധസജ്ജമായിട്ടുള്ള യാത്രയാണ്. എന്തിനെതിരെ? തിന്മയ്ക്കെതിരെയുള്ള യുദ്ധം ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, സംരക്ഷണം ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധി ഉള്ളവരുമാണ്. അപ്പോൾ ഈ ദൈവജനത്തെ, വിശുദ്ധിയുള്ള ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഈ ദൈവജനത്തെ ദൈവം ഒരിക്കലും വിട്ടുകളയുകയില്ല. പിന്നെ രണ്ടാമത് ഉപയോഗിക്കുന്ന വേറൊരു പ്രയോഗമാണ് പ്രിയപ്പെട്ട നഗരം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നഗരം എന്ന് പറയുന്നത് യഹൂദ രചനകളിൽ സിയോൺ ആണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നഗരം. അപ്പോൾ ആ പ്രിയപ്പെട്ട നഗരത്തിൽ ദൈവം ആയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിലെ ഈ ജെറുസലേം നഗരത്തെ അത് ദൈവജനത്തോട് ഇവിടെ ഉപമിക്കുകയാണ്. അപ്പോൾ ദൈവജനം തന്നെ ഒരു നഗരം. പിന്നീട് നമ്മൾ പുതിയ ജെറുസലേമിനെ നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവജനത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് നമ്മൾ പിന്നീട് കാണും. അപ്പോൾ പ്രിയപ്പെട്ട നഗരം അത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദൈവത്തോടു കൂടെയായിരിക്കുന്ന ആ ഒരു നഗരം തന്നെയാണ്. ഇനി ഈ പ്രിയപ്പെട്ട നഗരം ഏത് നഗരത്തിന് വിരുദ്ധമായിട്ടുള്ള വിപരീതമായിട്ടുള്ള ഇതാണ്? ബാബിലോൺ എന്ന ആ മഹാനഗരത്തിന് വിപരീതമായിട്ടുള്ളത്. ഇപ്പോൾ ബാബിലോൺ അത് പാപം നിലകൊള്ളുന്ന കുടിലതയുടെ ഒരു നഗരമാണ്. അപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തം, അതിന് വിപരീതമാണ് ഈ ജെറുസലം, പുതിയ ജെറുസലം. അത് ദൈവത്തിന് പ്രിയപ്പെട്ട നഗരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിശുദ്ധ പാളയത്തിനും അല്ലെങ്കിൽ പ്രിയപ്പെട്ട നഗരത്തിനുമെതിരെ അവർ യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നു. പക്ഷേ ദൈവം അവരെ പരാജയപ്പെടുത്തുന്നു. അഗ്നി ഇറങ്ങി അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു കാണുന്നു. അപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കുക, അത് സമൂലം അത് ഇല്ലായ്മ ചെയ്യുന്നതിനെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇവർക്ക്, ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇവർക്ക് നിലനിൽപ്പില്ല എന്ന് നമ്മൾ കാണുന്നു. ഇനി ഇവിടെ ഈ യുദ്ധത്തിൻ്റെ പ്രതീകങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവർ ആരാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്? സാത്താനും പൈശാചിക ശക്തികളും. ദൈവത്തിൻ്റെ ജനം യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നതിനെക്കുറിച്ചൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ പ്രതീകം അത് തിന്മയുടെ ശക്തികൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ. അപ്പോൾ ദൈവം
ഇവരെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ആ യുദ്ധത്തിൻ്റെ പ്രതീകം ഇവിടെ ഉപയോഗിക്കുന്നില്ല. യുദ്ധം തിന്മയുടെ ശക്തികളുടേതാണ്. ഇനി വിശ്വാസികൾ അവർ തിന്മയ്ക്കെതിരെ പടപൊരുതുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? തിന്മയ്ക്കെതിരെ പടപൊരുതുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുക എന്നാണ് അർത്ഥമാക്കുക. യേശുവിനോട് വിശ്വസ്തത പുലർത്തുക എന്നതാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 10-ാമത്തെ വാക്യം. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനുമുള്ള ഗന്ധകത്തിൻ്റെ അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവൻ രാപകൽ എന്നും എന്നേക്കും പീഡിപ്പിക്കപ്പെടും. അപ്പോൾ ഇത്രയും നാൾ ദൈവജനത്തെ വഴിതെറ്റിച്ചിരുന്ന ആ സാത്താൻ, ആ തിന്മയുടെ ശക്തി, അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവരെ വഴിതെറ്റിക്കുന്ന എന്ന് പറയുമ്പോൾ ഗ്രന്ഥകാരൻ ആരെയാണ് ഇവിടെ മുന്നിൽ കാണുന്നത്? ദൈവജനത്തെയാണ്, ആരാധന സമൂഹത്തെയാണ്. അപ്പോൾ ആരാധന സമൂഹത്തിനുള്ള സന്ദേശമാണിത്. അപ്പോൾ സാത്താൻ്റെ ഉന്മൂലനം അത് ആരാധന സമൂഹത്തിന് ശക്തി പകരാനായിട്ടുള്ള ഒരു വചനമാണ്. അപ്പോൾ ഇവരെ വഴിതെറ്റിക്കുന്ന ആ തിന്മയുടെ ശക്തി ഇനി ഇല്ല എന്ന് പറയും. അപ്പോൾ ഗന്ധകത്തിൻ്റെ അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടെന്ന് പറയുമ്പോൾ അത് നിത്യനാശത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നിത്യനാശം ഇനി അതിലേക്ക് എറിയപ്പെട്ടു, അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു എന്നർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അവർ വിധേയമായി. ഇപ്പോൾ മൃഗം നഗരത്തെ, ബാബിലോൺ നഗരത്തെ നശിപ്പിക്കുമ്പോൾ പുക എന്നേക്കുമായി ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മൃഗവും ഈ പൈശാചി ശക്തികളും ഒക്കെ അഗ്നിക്കിരയാകുമ്പോൾ അവിടെ നിന്നുയരുന്ന പുക എന്നും എന്നേക്കും ഉയരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതിപൂർവകമായിട്ടുള്ള വിധി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിന്മയുടെ ശക്തികളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്ത് കഴിയുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ബലിപീഠത്തിന് കീഴിലുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരം ഇവിടെ നൽകപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി പൂർണ്ണമായിട്ടും ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. ഇനി എത്ര നാൾ എന്നുള്ള അവരുടെ ചോദ്യത്തിന് ഇവിടെ അവസാനമായിരിക്കുന്നു. അപ്പോൾ പീഡനങ്ങളിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയൊക്കെ വന്ന് അവർ ജീവൻ കൊടുക്കേണ്ടി വന്നപ്പോൾ വീണ്ടും അവർ ചോദിക്കും, ഇനി എത്ര നാൾ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ളവർ ഇനിയും സഹിക്കണം, പീഡനങ്ങളിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ അല്പസമയം കൂടി എന്ന് പറഞ്ഞല്ലോ. ഈ അല്പസമയം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തിന്മയുടെ ശക്തികൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി ദൈവത്തിൻ്റെ രാജ്യം സമാഗതമാകുവാനായിട്ട് തുടങ്ങുകയാണ്. ഇനി നമ്മൾ 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടക്കുന്നു. അത് ഈ 20-ാമത്തെ അധ്യായത്തിലെ പുതിയൊരു സെക്ഷനാണ്. 11 മുതൽ 15 വരെയുള്ള ഭാഗം. ആ ഒരു ഭാഗം ഒന്നിച്ച് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. വെളിപാട് 20, 11-ാമത്തെ വാക്യം മുതൽ. വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും ഞാൻ കണ്ടു. അവൻ്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി അവയ്ക്ക് സ്ഥലമേ ഇല്ലാതായി. മരിച്ചവർ വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റേതാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്ന മരിച്ചവരെയും വിട്ടുകൊടുത്തു. ഓരോരുത്തരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മരണവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2-ാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അന്ത്യവിധിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ ഇവിടെ കാണുക. അപ്പോൾ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനം നമ്മളിവിടെ കാണുന്നു. അപ്പോൾ ശത്രുക്കളെ, തിന്മയുടെ ശക്തികളെല്ലാം കീഴടക്കി ദൈവം തൻ്റെ നീതി നടപ്പാക്കുന്ന രംഗമാണ് ഇവിടെ കാണുക. ഇപ്പോൾ ഇവിടെ ഒരു കോടതിയുടെ ഒരു രംഗം നമുക്ക് മനസ്സിൽ കാണാം. അപ്പോൾ ദൈവം
തൻ്റെ വിധിന്യായം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ദൈവത്തിന് മുന്നിൽ തങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. നന്മ ചെയ്തവർ ഒരു വശത്ത്, തിന്മ ചെയ്തവർ വേറൊരു വശത്ത്. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ത്യവിധിയുടെ രംഗം നമ്മൾ ഓർക്കുക. വലതുവശത്തുള്ളവർ, ഇടതുവശത്തുള്ളവർ, അപ്പോൾ ദൈവം തൻ്റെ വിധി പ്രസ്താവിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് ഇവിടെ കാണുവാനായിട്ടൊക്കെ സാധിക്കും. ഇവിടെ വലിയ ഒരു സിംഹാസനം മാത്രം, ഇവിടെ വരുന്നത് മരിച്ച എല്ലാവരുമാണ്. ഇനി ഇവിടെ ഈ വെണ്മയേറിയ വലിയ സിംഹാസനം എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പാക്കുന്ന ദൈവത്തിൻ്റെ നീതിയുക്തമായിട്ടുള്ള ഒരു പരമാധികാരമാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് വെണ്മയേറിയ എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ട ഒരു പ്രതീകം തന്നെ. അത് വീണ്ടും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് പറയുന്നു. വെളുപ്പ് എന്ന് പറയുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ ദൈവികമായിട്ടുള്ള ഭാവത്തെ സൂചിപ്പിക്കുന്നു, യേശുവിൻ്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നു, വിജയത്തെ സൂചിപ്പിക്കുന്നു, നന്മയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വെണ്മയേറിയ ഒരു സിംഹാസനം അത് ദൈവിക സിംഹാസനം തന്നെയാണ്. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ ഈ പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആധിപത്യവും പിന്നെ അതുപോലെ തന്നെ ന്യായവിധിയും ക്രിസ്തുവിലൂടെ ഇവിടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നവൻ വിധിക്കുന്നവനാണ്, തിന്മയെ വിധിക്കുന്നവനാണ്, അതുപോലെ തന്നെ രക്ഷിക്കുന്നവനുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന സാത്താൻ ഇവിടെ വിധിക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദൈവജനം രക്ഷ പ്രാപിക്കുന്നത് നമ്മൾ ഇവിടെ കാണുന്നു. ഇനി ഇവിടെ ആകാശവും ഭൂമിയും ഒക്കെ ഓടിപ്പോയി എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ അവസാന ഭാഗം വരുമ്പോൾ 21-ാം അധ്യായത്തിൽ വരുന്ന ഒരു ആശയം തന്നെയാണ്. ആകാശവും ഭൂമിയും അവൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയി, അവർക്ക് സ്ഥലമേ ഇല്ലാതായി. ആകാശവും ഭൂമിയും ഒക്കെ ഇല്ലാതെ 21-ാം അധ്യായത്തിലും പുതിയ ഭൂമി വരുന്നതിന് മുമ്പും ഈ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആകാശവും ഭൂമിയും ഓടിപ്പോയി എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് പഴയ ആകാശം, പഴയ ഭൂമി, തിന്മ നിറഞ്ഞ ഒരു അവസ്ഥ അത് ഇല്ലാതായി എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവയ്ക്ക് ഇനി ഒരു സ്ഥലമേ ഇല്ല. അപ്പോൾ ഈ ഭൂമിയും ആകാശവും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ 6-ാമത്തെ അധ്യായത്തിലേക്കുള്ളൊരു സൂചനയുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ഭൂകമ്പമുണ്ടായി, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോൾ രാജാക്കന്മാരും പ്രബലരും ധനികരും ഒക്കെ അവർ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓടി ഒളിക്കുവാനായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇനി ആകാശവും ഭൂമിയും ഇല്ല, സ്ഥലമേ ഇല്ലെന്ന് പറയുമ്പോൾ ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒളിക്കാനായിട്ട് ഇനി യാതൊരു സ്ഥലവുമില്ല എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം ആ തിന്മയുടെ അംശം പൂർണ്ണമായിട്ടും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതായി എന്നതിൻ്റെ അർത്ഥം തന്നെയാണ്. മാത്രമല്ല പുതിയ ലോകത്തിൽ ഇനി പഴയതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. പഴയതൊന്നിനും ഇവിടെ സ്ഥാനമില്ല. പഴയത് തിന്മയുടെ ലെവലേശം പോലും അവശേഷിക്കുന്ന ആ പഴയ ലോകത്തിന് ഇനി നിലനിൽപ്പില്ല എന്നർത്ഥമാക്കുന്നു. അപ്പോൾ യോഹന്നാൻ പഴയതെല്ലാം മാറ്റി പുതിയൊരു ലോകത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് നടത്തുന്നതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നു, അപ്പോക്കലിപ്റ്റിക് ശൈലിയിലാണ് വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടതെന്നറിയാം. പക്ഷേ അപ്പോക്കലിപ്റ്റിക്കിലുള്ള ശൈലിയിലുള്ള ആ ഒരു ലോകാവസാന രംഗമൊന്നും ഇവിടെ കാണുന്നില്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു, ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയ്ക്ക് സ്ഥലമേ ഇല്ലാതായി. വെളിപാട് ഗ്രന്ഥത്തിലെ 20-ാം അധ്യായത്തിലെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. 12-ാമത്തെ വാക്യം, മരിച്ചവർ വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവൻ്റേതാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. ഇപ്പോൾ അവസാനത്തെ വിധിയുടെ ഒരു അവതരണമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുക.
അപ്പോൾ വലിയവരും ചെറിയവരും എന്ന ആ ഒരു പ്രയോഗം അത് എല്ലാവരെയും, ആ ഒരു ഡ്യുവലിസ്റ്റിക്, ആ ദ്വന്ദ്വ പ്രയോഗം അത് എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്ന ആ ഒരു അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യകുലം മുഴുവൻ വിധിക്കായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുക. ഇനി ഇവിടെ പറയുന്നു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, അതും നമ്മൾ പഴയ നിയമ പശ്ചാത്തലത്തിലൊക്കെ കാണുവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒക്കെ സാധാരണ ഭരണത്തിന് കീഴിലുള്ളവരെയൊക്കെ അവിടെയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും കാണുക. അപ്പോൾ രാജകൊട്ടാരങ്ങളിൽ പലപ്പോഴുമൊക്കെ ഓരോരുത്തരെയും കുറിച്ച് അവർ മികച്ച പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഒരു രജിസ്റ്ററിൽ അതൊക്കെ രേഖപ്പെടുത്തും എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള രീതി ചില സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് അവർക്ക് പാരിതോഷം നൽകുവാനായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇനി അതിന് സമാനമായിട്ട് അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നിടത്തും ഈ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുന്നു. ഇപ്പോൾ നന്മതിന്മകൾ ഒക്കെ രേഖപ്പെടുത്തിയതായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ ഒക്കെ സൂചിപ്പിക്കുന്നു. ഇവിടെ വിശ്വാസികൾ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യർ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്ത നന്മയും തിന്മയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇവിടെ അർത്ഥമാക്കുക. ഇനി ഇവിടെ മറ്റൊരു ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നു. മറ്റൊരു ഗ്രന്ഥം മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. മറ്റൊരു ഗ്രന്ഥത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്, അത് ജീവൻ്റേതാണ് എന്ന്. ഇപ്പോൾ ജീവൻ്റേതാണ് എന്ന് പറയുമ്പോൾ അത് ദൈവിക മഹത്വത്തിൽ പ്രവേശിക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുക. അപ്പോൾ ദൈവനഗരത്തിൽ മഹത്വപൂർണമായ ഒരു ഭാവി ഉണ്ടാകുക എന്ന ഒരു അർത്ഥമാണ് ഇതിനൊക്കെ കൊടുക്കാവുന്നത്. അതായത് യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ആ ഉയർപ്പിൽ പങ്കുചേരുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറയുമ്പോൾ ലോകസ്ഥാപനത്തിൻ്റെ ആരംഭം മുതൽ, ആ സ്ഥാപനം മുതൽ തന്നെ ഇവിടെ പേരെഴുതപ്പെട്ടിരിക്കുന്നവർ എന്ന് അർത്ഥം. ഇവിടെ പറയുന്നു അവർ അവരുടെ പ്രവൃത്തികൾക്കനുസൃതം അവർ വിധിക്കപ്പെടും. പ്രവൃത്തികൾക്കനുസൃതം എന്ന് പറയുമ്പോൾ അവർ യേശുവിനോട് വിശ്വസ്തത പുലർത്തിയത് അനുസരിച്ചാണ് അവർ വിധിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആ ഗ്രന്ഥങ്ങൾ അർത്ഥമാക്കുന്നത് ഇവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ വളരെ പ്രതീകാത്മകമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ സ്വർഗത്തിൽ ആരും ഒന്ന് എഴുതി വയ്ക്കുന്നതല്ല. പക്ഷേ നമ്മുടെ ആരാധന സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവം വിട്ടുകളയാതെ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർ ചെയ്ത തിന്മയേക്കാൾ അധികമായിട്ട് അവർ ചെയ്ത ഓരോ നല്ല പ്രവൃത്തികളും ദൈവം അത് ഓർത്തു വച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോൾ പ്രവൃത്തികൾക്കനുസൃതം അവർ വിധിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിധി പ്രസ്താവം അത് ഒരു പരസ്യമായിട്ട് പ്രഖ്യാപനം മാത്രം. അപ്പോൾ ദൈവജനം എപ്രകാരം ജീവിച്ചുവോ അതുപോലെ തന്നെയാണ് അവർ വിധിക്കപ്പെടുക. അപ്പോൾ അത് ദൈവം കരുണയില്ലാത്ത വിധികർത്താവല്ല. അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രവൃത്തികൾക്കനുസൃതമാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഇവിടെ അവരെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വെളിപാടിലുള്ള വേറൊരു ആശയം കൂടി നമ്മൾ മനസ്സിലെടുക്കണം. ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അത് ഈ മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തോടൊപ്പം ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും വിധികൾക്കനുസൃതം ദൈവം നീതിയുക്തമായിട്ട് വിധിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഇവിടെ അപ്രത്യക്ഷമാകുന്നില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്കനുസൃതമായിട്ട് തന്നെ, കാരണം ഇത് നിത്യജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. ഇനി എന്താണ് ഇവിടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നീതിപൂർവമായിട്ടുള്ള പ്രവൃത്തികൾ, അത് യേശുവിനോടൊപ്പം ആയിരിക്കുക, യേശുവിൻ്റെ ആ കുരിശിൻ്റെ പാത പിഞ്ചെല്ലുക, ആ ദൈവിക സ്നേഹം അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ
ആ യേശു പഠിപ്പിച്ച ആ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാജ ആരാധനയിൽ നിന്ന് അകലുന്നതും അർത്ഥമാക്കുന്നു. അപ്പോൾ നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും തിന്മയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയുമാണ് ഇവരുടെ പ്രവൃത്തികൾ കൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർ ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് പ്രതിഫലത്തിന് അർഹരാകും എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ആരാധന സമൂഹത്തിന് നൽകുന്ന ആ പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ്, സന്തോഷത്തിൻ്റെ ഒരു സന്ദേശമാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ കുറിച്ചു വയ്ക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.